വെൽക്കം ടു അവർ ചാനൽ. ഞങ്ങളുടെ ജോർജിയ ട്രിപ്പിന്റെ രണ്ടാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടിബ്ലിസിയിൽ നിന്ന് കുട്ടീസിലേക്കുള്ള യാത്രക്കിടയിൽ ഏകദേശം 4.5 മണിക്കൂർ യാത്ര. ഞങ്ങളൊന്ന് വിശ്രമിക്കാൻ തീരുമാനിച്ചു. വെറുതെ റോഡിന്റെ സൈഡിൽ നിൽക്കുന്നതിന് പകരം ഒരു സൈറ്റ് സീയിങ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ഒരു ആപ്പിൾ ഫാമിൽ എത്തിച്ചേർന്നു. ഈ ഫാമിൽ നിന്നും ഇനി ഒരു 2 മണിക്കൂർ യാത്രയുണ്ട് കുട്ടേസിയിലേക്ക്. തുടർച്ചയായിട്ട് 4.5 മണിക്കൂർ യാത്ര ചെയ്താൽ ടയേർഡ് ആവും എന്നുള്ളത് കൊണ്ട് ഞങ്ങളുടെ ടൂർ ഗൈഡ് പയ്യനോട് വേറെ സ്ഥലമുണ്ടോ കാണാൻ എന്ന് ചോദിച്ചപ്പോൾ, നിങ്ങൾക്ക് നേച്ചർ ഇഷ്ടമാണെങ്കിൽ കുട്ടേസിയിലേക്ക് പോകുന്ന വഴിയിൽ നിന്നും ചെറിയൊരു ഡൈവേഷൻ എടുത്താൽ ഏതാണ്ട് 40 മിനിറ്റിനുള്ളിൽ ബൊർജോമി എന്ന സ്ഥലത്തെത്തും. ഇത് കേട്ടതും എല്ലാവരും പറഞ്ഞു നമുക്ക് അങ്ങോട്ട് പോകാമെന്ന്. അങ്ങനെ അപ്രതീക്ഷിതമായ ഒരു വഴിത്തിരിവിലൂടെ ഞങ്ങൾ കയറിപ്പോയി ബുർജീമിലേക്കുള്ള മനോഹര യാത്രയിലേക്ക്. ജോർജിയയുടെ മനോഹരമായ ഹിൽ ടൗണുകളിലൊന്ന്. ഹൃദയസ്പർശിയായ പ്രകൃതിയും പാരമ്പര്യത്തെയും കൊണ്ട് സമൃദ്ധമായ ഈ ചെറിയ പട്ടണം ടിബ്ലിസിയുടെയും കുട്ടേസിയുടെയും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു സന്ധ്യാകാല സൗന്ദര്യമാണ്. ബൊർജുമി എങ്ങനെയുണ്ടെന്ന് അറിയാതെയാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേർന്നത്. അതിന്റെ പച്ചപ്പ് നിറഞ്ഞ മലനിരകളും ഒരിക്കലും പറ്റാതെ ഒഴുകുന്ന തണുത്ത ജലധാരകളും ഞങ്ങളുടെ മനം കവർന്നു. ഇവിടുത്തെ ജലസ്രോതസ്സുകൾ ലോക പ്രശസ്തമാണ്. അതുപോലെ തന്നെ ബൊർജുമി മിനറൽ വാട്ടറും. ബൊർജുമിയിൽ ആദ്യം ഞങ്ങൾ പോയത് ഒരു പാർക്കിലോട്ടാണ്. അവിടെ കേബിൾ കാറിൽ ഞങ്ങൾ കയറി. ഈ കേബിൾ കാറിൽ നിന്നും മുഴുവൻ പാർക്കിന്റെയും ബൊർജുമി താഴ്വരയുടെയും ദൂരെയുള്ള മെഡൌസും കാണാൻ കഴിയും. ഒരു ഒറ്റ ബഗ്ഗി റൈഡിൽ കാണാൻ കഴിയുന്ന കാടുകളും മലകളും ഇവയെല്ലാം ചേർന്നതാണ് ഈ സ്ഥലത്തിന്റെ പ്രത്യേകത.
ഇത് ആസൂത്രിതമല്ലാതെ ഉണ്ടായ ഒരു സഞ്ചാരമായിരുന്നുവെങ്കിലും മനസ്സിന്റെ ഉള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്ന ഒരു യാത്രയായിരുന്നു ഇത്. ജോർജിയയുടെ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുന്നില്ല. ഞങ്ങളുടെ യാത്രകളും